അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കൂത്തരങ്ങായിരുന്നു മുൻകാല കേരളീയ സമൂഹം. സുഖപ്രസവത്തിനായി പിഞ്ഞാണമെഴുത്തിനെയും രോഗശാന്തിക്കായി നൂല്, ഉറുക്ക്, ഏലസ് തുടങ്ങിയവയെയും ആശ്രയിച്ചിരുന്ന ഇവർ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള വ്യത്യാസമായി പ്രവാചകൻ പഠിപ്പിച്ച നമസ്കാരം പോലും മുറക്ക് നിർവഹിച്ചിരുന്നില്ല. അടിസ്ഥാനരഹിതമായ അസ്തിത്വത്തെ സംരക്ഷിക്കുന്നതിനായി യാഥാസ്ഥിതിക പൗരോഹിത്യം ഖുർആന്റെ അർത്ഥം പഠിക്കുന്നത് പോലും വിലക്കി. സമൂഹത്തിൽ അള്ളിപ്പിടിച്ച ഇത്തരം അനാചാരങ്ങൾ വിപാടനം ചെയ്യുന്നതിനായി മുജാഹിദ് പ്രസ്ഥാനം അത്യധ്വാനം ചെയ്യുമ്പോൾ ഇത്തരം അടിസ്ഥാനരഹിതമായ ഫത്വകളിലൂടെ യാഥാസ്ഥിതിക പുരോഹിതവർഗം സമൂഹത്തെ ഈ അപകടാവസ്ഥയിൽ തന്നെ നിലനിർത്താൻ അഹോരാത്രം അധ്വാനിക്കുന്നു. വിശ്വാസം, വിദ്യാഭ്യാസം, സംസ്കാരം എന്നല്ല, മനുഷ്യൻ ബന്ധപ്പെടുന്ന സകല മേഖലകളിലും ഈ അധകൃത സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം പ്രമാണബന്ധിതമായ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ്. സ്കൂൾ തലം മുതൽ ബിരുദാനന്തര ബിരുദങ്ങൾ വരെയുള്ള പരീക്ഷകളിൽ മുസ്ലിംകൾ നേടുന്ന ഉന്നത വിജയങ്ങളും മത്സര പരീക്ഷകളിലെ ഒന്നാം സ്ഥാനങ്ങളും സ്ത്രീ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ സമൂഹത്തിന്റെ അസൂയാവഹമായ വളർച്ചയും ഈ സമൂഹത്തിന് വെച്ചുനീട്ടിയത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണെന്നതിൽ ആർക്കും സംശയമില്ല. സ്വദേശാഭിമാനി പത്രവും ഇന്നും കേരളത്തിലെ ജനങ്ങൾ രോമാഞ്ചത്തോടുകൂടെ അയവിറക്കാറുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും ഒക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതിന്റെ പ്രഗത്ഭനായിട്ടുള്ള പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. രാമകൃഷ്ണപിള്ളയെ 1910 ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരുവിതാംകൂർ ഗവൺമെന്റ് എന്ത് ചെയ്തു? നാട് കടത്തി. എങ്ങോട്ടാ നാട് കടത്തിയത്? കണ്ണൂരിലേക്കാണ് നാട് കടത്തിയത്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായിരുന്നാലും മൗലവി സാഹിബും അനുയായികളും സമൂഹത്തിന്റെ പുരോഗതിയിൽ താൽപര്യമുള്ള ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും സമൂഹത്തിൽ അത്തരത്തിൽ കുറെ ആളുകൾ. നാട് നന്നാകണം, സമൂഹം നന്നാകണം, ഈ പ്രദേശങ്ങളൊക്കെ നന്നാകണം, അങ്ങനെ ജനങ്ങൾക്ക് ദിശാബോധം നൽകുക എന്ന ഒരു ലക്ഷ്യമുള്ള ഒരു ചെറിയ വിഭാഗം ഏതു കാലത്തും ഉണ്ടാകും. അങ്ങനെ വക്കം അബ്ദുൽ ഖാദർ മൗലിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ലജ്നത്തുൽ മുഹമ്മദിയ ലൈബ്രറി ആലപ്പുഴ അവിടെ ഒരു യോഗം ചേർന്നിട്ട് പല കാരണങ്ങളെ കൊണ്ട് പുറകോട്ട് നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്ത് മാർഗം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ആലോചിച്ചപ്പോ ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുവരികയും അവരെ വിദ്യാഭ്യാസം നൽകി അവരെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുക. എന്നാൽ വിദ്യാഭ്യാസത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവമുള്ളവരാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് മുസ്ലിം സമൂഹം. അവരെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കാൻ എന്ത് മാർഗം എന്നതിനെക്കുറിച്ച് അവരാലോചിച്ചു. അങ്ങനെ അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ അടുത്ത് പോയി നിവേദനം നൽകാൻ അവർ തീരുമാനിച്ചു. ലഹരിയും ചൂതാട്ടവും പലിശയും മുച്ചൂടും മൂടിയ മുസ്ലിം സമൂഹത്തെ മുക്തിയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിൽ ഈ പ്രസ്ഥാനത്തിന്റെ പങ്ക് നിസ്തുലമാണ്. ഇത് 7.5 പതിറ്റാണ്ടിനിടയിൽ ഈ മഹാപ്രസ്ഥാനം വരുത്തിയ സാമൂഹിക നവോത്ഥാനത്തിന്റെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം. ഈ സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പ്രസ്ഥാനത്തിന് പ്രഥമ ഗണനീയമായത് ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ഇസ്ലാമിന്റെ കാതലായ തൗഹീദിന്റെ പ്രചാരണം തന്നെയാണ്. നാടിന്റെ മുക്കുമൂലകളിൽ നടത്തുന്ന പ്രഭാഷണ പരിപാടികളും ലഘുലേഖകളും കൈപുസ്തകങ്ങളും
സീഡികളുമടക്കം സൗജന്യമായി നൽകാവുന്ന വിധം വളർന്നു വികാസം നേടിയ അതിന്റെ ദഅ്വാ സംഘങ്ങളും ആദർശ പ്രബോധന പാതയിൽ വിപ്ലവാത്മക പരിവർത്തനങ്ങൾ പതിച്ചു നൽകിയ സമ്മേളനങ്ങളും വിശുദ്ധ ഖുർആനിന് സലഫി മൻഹജിന് ആധാരമായി വിശദീകരണങ്ങളോടുകൂടി കേരള സമൂഹത്തിന് നൽകിയ ഖുർആൻ പരിഭാഷയും മറ്റു പുസ്തകങ്ങളും ദഅ്വാ പ്രവർത്തന രംഗത്ത് പ്രതിവിപ്ലവങ്ങളിലേക്ക് നയിച്ച വാദപ്രതിവാദങ്ങളും ആധുനിക സങ്കേതങ്ങളുടെ ചിറകിലേറി ആദർശ പ്രചാരണ രംഗത്ത് നാഴികക്കല്ലായി മാറിയ സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷനും തൗഹീദിന്റെ പ്രചാരണ മാർഗത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അനുവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രം. ആദർശ പ്രചാരണ രംഗത്തെ അസൂയാവഹമായ ഈ നേട്ടങ്ങൾ അല്ലാഹുവിന്റെ അന്യോന്യമായ ആദർശപ്പെരുമ ഒന്നുകൊണ്ട് മാത്രമാണെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കുന്നില്ല. സർവസമ്മതമായ സാൽവേഷന്റെ വിജയം മുസ്ലിങ്ങൾക്കിടയിലെ പല കോണുകളിലും ഉണ്ടാക്കിയ അസ്വസ്ഥതകൾ തെല്ലൊന്നുമല്ല. സാൽവേഷന്റെ ഫലപ്രാപ്തി സമൂഹം ഏറ്റെടുത്തു എന്നതിന് ബിജെപിയുടെ സമുന്നത നേതാവ് അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ളയുടെ ഈ വാക്കുകൾ തന്നെ ധാരാളം. എനിക്ക് പല മുസ്ലിം പ്രസ്ഥാനങ്ങളും സാധാരണ ഞാൻ പണ്ട് പോലെ ഇത് പോകുന്നതുകൊണ്ടായിരിക്കാം, പലപ്പോഴും ആൾക്കാർ വിമർശിക്കാറുണ്ട് പോകുന്നതിന്, പക്ഷെ പോകുന്നതുകൊണ്ടായിരിക്കാം എല്ലാവരും എനിക്ക് പ്രസിദ്ധീകരണം അയച്ചു തരും. ഈ അടുത്ത അവസരത്തിൽ നിങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു റോഡാണ്, തൊട്ടിപ്പുറത്ത് റെയിൽവേ ക്രോസ് റോഡിലുള്ള ഒരു മുസ്ലിം പ്രസിദ്ധീകരണം, ഒരു പ്രമുഖ മുസ്ലിം പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണം എനിക്ക് അവർ അയച്ചു തരാറുണ്ട്. സത്യം എന്ന് ചേർത്ത് പിന്നെ അതിന്റെ 4 വരിയിലുള്ള ഒരു മാസിക. അതിലവര് ഈ സാൽവേഷനെ വളരെ മോശമാക്കിയിട്ട് എഴുതിയപ്പം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സൂചിപ്പിക്കാൻ പറയുന്നതല്ല, എന്റെ മനസ്സിൽ തോന്നുകൊണ്ടായിരിക്കാം ഞാൻ 2 വരി അവർക്ക് എഴുതി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതി ശരിയല്ല. എനിക്ക് മുജാഹിദായാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും അല്ലെങ്കിൽ സുന്നികളായാലും എല്ലാം ഒരുപോലാണ്. ഞാൻ എല്ലാ പരിപാടിക്കും പോകാറുണ്ട്. പിന്നെ പണ്ടൊരിക്കലും ഒരു സുന്നിയുടെ പരിപാടിക്ക് പോയിട്ട് ഞാൻ വല്ലാതെ വിവാദത്തിലായിപ്പോയി. എനിക്ക് അതിലും കുറ്റബോധമില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് എഴുതി, നിങ്ങൾ ഈ സാൽവേഷനെ പറ്റി ഞാൻ പോയി കണ്ടതാണ്, അതായത് RSS BJP പശ്ചാത്തലമുള്ള അത് ഞാനത് എഴുതിയില്ല. അവർക്കറിയാമല്ലോ, എന്നെ പറ്റി അറിയാമല്ലോ, എനിക്ക് അയച്ചിരുന്നത്. അപ്പം നിങ്ങളത് എഴുതിയത് ശരിയായില്ല. അത് വളരെ നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. ഞാൻ അതിനെ വളരെ സന്തോഷിക്കുന്നയാളാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ധാർമ്മിക പ്രസ്ഥാനമായതുകൊണ്ട് ഇത് കുറെ കൂടെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തേണ്ടതാണെന്ന് പറഞ്ഞ് 2 വരി ഞാൻ അവർക്ക് എഴുതിയിരുന്നു. അവരത് കൊടുക്കുമെന്നറിയില്ല. സത്യധാരയുടെ ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എനിക്കല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅ്വാ പ്രവർത്തനങ്ങളിൽ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനങ്ങൾ യഥാർത്ഥ ഇസ്ലാമികാദർശം കേരളീയ മുസ്ലിംകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിൽ വഹിച്ച പങ്ക് തെല്ലൊന്നുമല്ല. 1979 മാർച്ച് 8, 9 തീയതികളിൽ പുളിക്കൽ വച്ചാണ് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. 82 ഫെബ്രുവരി 25, 26, 27, 28 തീയതികളിൽ ഫറൂഖിലും, 87 ജനുവരി 1, 2, 3, 4 തീയതികളിൽ കുറ്റിപ്പുറത്തും, 92 ഡിസംബർ 24, 25, 26, 27 തീയതികളിൽ പാലക്കാടും, 97 ഡിസംബർ 18, 19, 20, 21 തീയതികളിൽ കണ്ണൂർ ജില്ലയിലെ പിലാത്തറയിലും, 2002 ഡിസംബർ 26, 27, 28, 29 തീയതികളിൽ എറണാകുളത്തുമായാണ് മറ്റ് സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നത്. ബാബരി മസ്ജിദ് ഫാസിസ്റ്റുകളാൽ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ പാലക്കാട് നടന്ന സമ്മേളനവും, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദർശ ശുദ്ധീകരണത്തിന് ശേഷം എറണാകുളത്ത് നടന്ന സമ്മേളനവും സംഘാടന മികവുകൊണ്ടും പങ്കാളിത്തം കൊണ്ടും സർവോപരി സർവശക്തന്റെ അനുഗ്രഹ വർഷം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. പ്രസ്ഥാനവും പ്രവർത്തകരും പുതിയൊരു സമ്മേളനത്തെ വരവേൽക്കാനുള്ള ആഹ്ലാദാരവങ്ങൾക്കിടയിലാണ്. സമാനതകളില്ലാത്ത ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് അവസരങ്ങൾ സമ്മാനിച്ചുകൊണ്ട് 7ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം 2008 ജനുവരി 31
ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ ചെങ്ങരംകുളത്ത് നടക്കുന്നു ഇൻഷാ അല്ലാഹ്. ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ച മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ അമൂല്യമായ വൈജ്ഞാനിക മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഇത് താങ്കൾക്കും ഒരു സുവർണാവസരമാണ്.